കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ നിർബന്ധിത വിരമിക്കലിന് വിധേയനാക്കിയ കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിൽ രാഷ്ട്രീയമായും ചർച്ചയാവുകയാണ്. കേരളത്തിൽ ഏറെ വിവാദമായ നയതന്ത്ര സ്വർണ്ണക്കടത്തു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അടക്കം പ്രതിരോധത്തിലായ ഈ കേസിൽ പിണറായിയെ രാഷ്ട്രീയമായി രക്ഷിച്ചെടുത്തതിൽ രാധാകൃഷ്ണനും പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പി രാധാകൃഷ്ണന്റെ പിരിച്ചുവിടലും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കൈക്കൂലി ആരോപണം, രഹസ്യവിവരങ്ങൾ ചോർത്തൽ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ച എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാഷ്ട്രപതി ഒപ്പുവച്ച ഉത്തരവിലൂടെ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കിയത്. തിരുവനന്തപുരം സ്വദേശിയായ രാധാകൃഷ്ണൻ കേരളത്തെ പിടിച്ചുകുലുക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ, സ്വപ്ന സുരേഷ് എന്നിവരുടെ അറസ്റ്റിലേക്ക് നയിച്ച ഉന്നതതല അന്വേഷണം നടത്തിയത് ഇദ്ദേഹമായിരുന്നു. എന്നാൽ താൻ അന്വേഷിച്ച കേസുകളിലെ സമാനമായ വിവാദങ്ങളിൽപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നയതന്ത്ര സ്വർണ്ണക്കടത്തു കേസിൽ ഉന്നത തലത്തിലേക്ക് അന്വേഷണം പോകാതെ അട്ടിമറിച്ചത് രാധാകൃഷ്ണന്റെ ഇടപെടലുകളായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളും. കേന്ദ്ര ധനമന്ത്രാലയം നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ രാധാകൃഷ്ണൻ അന്വേഷണ രഹസ്യങ്ങൾ ചോർത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തി. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം രാഷ്ട്രീയ ഉന്നതരിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും നീങ്ങിയതോടെ പെട്ടെന്ന് മന്ദഗതിയിലായതായി ആക്ഷേപമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയിലേക്കടക്കം അന്വേഷണം നീണ്ടതോടെ രാധാകൃഷ്ണൻ കൃത്യവിലോപം നടത്തിയെന്നാണ് വിലയിരുത്തൽ. റെയ്ഡ് വിവരങ്ങൾ ഇടനിലക്കാർ വഴി പ്രതികൾക്ക് ചോർത്തി നൽകിയെന്നും തെളിവുകൾ നശിപ്പിക്കാൻ അവസരമൊരുക്കിയെന്നും BJP നേതൃത്വം അന്ന് ആരോപിച്ചിരുന്നു. കേസ് ഒതുക്കി തീർക്കാൻ 30 കോടി രൂപയുടെ ഇടപാട് നടന്നതായി കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷും പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം ആരോപണം നേരിട്ടത് രാധാകൃഷ്ണനായിരുന്നു. ഈ കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിലാണ് ഇദ്ദേഹത്തെ പിന്നീട് ചെന്നൈയിലേക്കും കശ്മീരിലേക്കും സ്ഥലം മാറ്റിയത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിനിടയിൽ പി രാധാകൃഷ്ണന് പ്രമോഷനും ലഭിച്ചിരുന്നു. എന്നാൽ അത് നിരസിച്ചത് സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകി ചെന്നൈ സോണൽ ഓഫീസിലേക്ക് മാറ്റിയിട്ടും അന്വേഷണം പൂർത്തിയാക്കാനെന്ന് പറഞ്ഞ് കൊച്ചിയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി തുടരാനാണ് അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള മറ്റു കേസുകളിലും ഇദ്ദേഹത്തിന്റെ ഇടപെടലിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടായിട്ടും ഈ കേസുകൾ മരവിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണെന്നാണ് വിമർശനം. ഫണ്ടമെന്റൽ റൂൾ 56J പ്രകാരമാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി സ്വീകരിച്ചത്. അഴിമതിക്കാരായ അല്ലെങ്കിൽ കാര്യക്ഷമതയില്ലാത്ത ഉദ്യോഗസ്ഥരെ പൊതുതാൽപര്യം മുൻനിർത്തി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകുന്നു. രാധാകൃഷ്ണന് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമെങ്കിലും നിർബന്ധിത വിരമിക്കൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയൊരു കളങ്കമാണ്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ അടക്കം അന്വേഷണത്തിലെ വീഴ്ചകളുടെ പേരിലാണ് പി രാധാകൃഷ്ണൻ നടപടി നേരിട്ടതെങ്കിലും സൈബറിടത്തിലും അല്ലാതെയും സഖാക്കൾ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു കഥയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ യാതൊരു ബന്ധവുമില്ലാത്ത ശിവശങ്കറെ തുറുങ്കിലടച്ച ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി എന്നതാണ് സഖാക്കളുടെ ഭാഷ്യം. ദേശാഭിമാനി അടക്കം നൽകിയ റിപ്പോർട്ടും അങ്ങനെയാണ്.